ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ച സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് ഒറ്റപ്പെട്ട അപൂർവ സംഭവങ്ങൾ എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അമ്മ സംഘടനയ്ക്ക് വീഴ്ച പറ്റി, നമ്മൾ പ്രതികരിക്കാൻ വഴിയിൽ വീഴ്ച പറ്റി എന്നുകൂടെ അദ്ദേഹം ആദ്യം തന്നെ എടുത്തു പറയുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ സിദ്ദീഖിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇന്നൊരു ടാഗ് നിലനിൽക്കുന്നുണ്ട്: സിദ്ദീഖ് മികച്ച നടനും ജഗദീഷ് മികച്ച മനുഷ്യനുമാണ്. ജഗദീഷ് ഈ പ്രസ് മീറ്റിന് ശേഷം സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇതെല്ലാം നടന്നിട്ടുണ്ട്, ഇതെല്ലാം അന്വേഷിക്കണമെന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 4-ാം ദിവസം അമ്മ മൗനം വെടിഞ്ഞു. ഒരേ സമയം 2 സ്ഥലത്ത് വെച്ച്, ഒരു സ്ഥലത്ത് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് സംസാരിക്കുന്നു, സിദ്ദീഖ് സംസാരിച്ചതിന് ശേഷം വൈസ് പ്രസിഡന്റ് ജഗദീഷ് സംസാരിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഒരാൾക്ക് കൃത്യമായ നിലപാടുണ്ട്, ഒരാൾ അതേസമയം യാതൊരു തരത്തിലും റിപ്പോർട്ട് അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാതെ വളരെ ലാഘവത്തോടുകൂടെ സംസാരിക്കുകയാണ് ചെയ്തത്. അതിൽ എനിക്ക് തോന്നുന്നു നമുക്ക് സംസാരിച്ചു തുടങ്ങേണ്ട സിദ്ദീഖിന്റെ കാര്യമാണ്. സിദ്ദീഖ് ഒറ്റയ്ക്കല്ല സംസാരിക്കുന്നത്, അമ്മ ഓഫീസിൽ വെച്ച് സംഘടനയിലെ മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അമ്മയുടെ നിലപാടാണ് എന്ന രീതിയിൽ തന്നെയായിരിക്കും അതിനെ നമ്മൾ എടുക്കേണ്ടതെന്ന് തോന്നുന്നു. അഫ്സലിന് എന്താണ് സിദ്ദീഖിന്റെ നിലപാടിനെ കുറിച്ച് പറയാനുള്ളത്? അതോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം പ്രധാനപ്പെട്ട ഒരു ചർച്ച ഉണ്ടായിരുന്നത് താരസംഘടനകൾ ഇതിനെങ്ങനെ സമീപിക്കും എന്നുള്ള കാര്യത്തിലായിരുന്നു. മാധ്യമങ്ങൾ നിരന്തരം എല്ലാ ദിവസത്തെയും പ്രൈം ടൈം ഡിബേറ്റ് ചർച്ചകളിൽ ഉൾപ്പെടെ പറയുന്നൊരു കാര്യം താരസംഘടനകൾ, അതുപോലെ ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഇവരൊക്കെ ഇതിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ പലരും പത്രസമ്മേളനം നടത്തി, പത്രക്കുറിപ്പ് ഇറക്കി. ഒടുവിലും അമ്മ പ്രതികരിച്ചിരുന്നില്ല. അപ്പോൾ അതിൽ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം എന്നുള്ളത്, ഞങ്ങളൊരു ഷോ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, അത് ഓഗസ്റ്റ് 20 നടക്കും, അതുവരെ അതിൻ്റെ തിരക്കിലായിരിക്കും എന്നുള്ളതാണ്. സിനിമയെ മാത്രം കേന്ദ്രീകരിക്കുന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നു, അത് ഗുരുതരമായ വെളിപ്പെടുത്തൽ അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരിച്ചതാണ്. ഒടുവിൽ അമ്മ ഔദ്യോഗികമായാണ് പത്രസമ്മേളനം വിളിക്കുന്നത്. നമ്മൾ ജഗദീഷിൻ്റെ കാര്യം പറഞ്ഞു, ജഗദീഷ് വ്യക്തിപരമായ അഭിപ്രായം പറയാനാണ് പത്രസമ്മേളനം വിളിച്ചത്. പക്ഷേ സിദ്ദീഖ് വിളിക്കുന്നത് അമ്മയുടെ ഓഫീസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മുമ്പാകെയാണ് വിളിക്കുന്നത്. സിദ്ദീഖിൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് എത്രത്തോളം ലാഘവത്തോടെയാണ് സിദ്ദീഖും അമ്മ സംഘടനയും ഈ വിഷയത്തെ സമീപിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ പ്രസ് മീറ്റ് തുടങ്ങുമെങ്കിലും അവസാനിക്കുന്നത് അതിനെ എല്ലാം തന്നെ നിരാകരിച്ചുകൊണ്ട് അതിൽ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ല എന്നും ആരോപണങ്ങളെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുമാണെങ്കിൽ ജഗദീഷ് ഈ പ്രസ് മീറ്റിന് ശേഷം സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇതെല്ലാം നടന്നിട്ടുണ്ട്, ഇതെല്ലാം അന്വേഷിക്കണമെന്നാണ്. അതിൽ എനിക്ക് തോന്നുന്നു ജഗദീഷ് പറയുന്ന അൾട്ടിമേറ്റം ആണ് എന്നല്ല, പക്ഷെ എങ്കിൽ പോലും മാപ്പ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരം തുടങ്ങുന്നത്. അത് കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു തരത്തിലും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാതെയാണ് സിദ്ദീഖ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അതേസമയം ജഗദീഷ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. കൃത്യമായി നിലപാട് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത്. ഇതിൽ ആർക്കാണ് ഉത്തരവാദിത്തം എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ് സിദ്ദീഖ്, ജഗദീഷ് വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ ഒരു സംഘടനാ ചുമതല പരിശോധിക്കുമ്പോൾ സംഘടനയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പദവി ജനറൽ സെക്രട്ടറിക്കാണ്. അപ്പോൾ സിദ്ദീഖിൻ്റെയും ജഗദീഷിൻ്റെയും പ്രതികരണം വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ ഇന്നൊരു ടാഗ് നിലനിൽക്കുന്നുണ്ട്: സിദ്ദീഖ് മികച്ച നടനും ജഗദീഷ് മികച്ച മനുഷ്യനുമാണ്. അത് ഇന്നലത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ ജഗദീഷിനെ കൈയടിക്കുമ്പോൾ ഈ ജഗദീഷ് ഈ അഭിപ്രായം മാറ്റി പറയുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഇന്നലെ പറഞ്ഞത് നമ്മള് കൈയടിക്കപ്പെടേണ്ടതാണ്, പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഒരു നിലപാടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് പറഞ്ഞത് വൈസ് പ്രസിഡന്റായ ജഗദീഷാണ്. ഈ ജഗദീഷിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഒരു പ്രത്യേകത ഉള്ളത്, മാധ്യമങ്ങൾ ജഗദീഷിനെ സമീപിച്ച സമയത്ത് ജഗദീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്: അമ്മ 4 മണിക്ക് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്, 3 മണിക്ക് പറഞ്ഞെങ്കിൽ തുടങ്ങാൻ വൈകി. അപ്പോൾ അമ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പത്രസമ്മേളനം കഴിഞ്ഞ ശേഷമേ ഞാൻ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാവും: അമ്മ സംഘടന പറയാനുള്ളത് അമ്മ സംഘടന പറയുന്നുണ്ട്, ഞാൻ പറയുന്നതിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നുള്ളത്. പക്ഷെ എങ്കിലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ നിലപാടും അത് തന്നെയാണ് എന്ന് കൂട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നത്, അമ്മ സംഘടന ഔദ്യോഗികമായി വിളിച്ച പ്രസ് മീറ്റിൽ ഈ കാര്യങ്ങളൊന്നും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ട് സിദ്ദീഖ് പറയുന്ന കാര്യം, എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് ജഗദീഷ് കൃത്യമായി അതിനെ മാറ്റി വെക്കുന്നു. അതായത് എല്ലാ മേഖലയിലും ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് പറ്റിയ മറുപടി അല്ല. അത് ഈ പൊതുവൽക്കരിക്കപ്പെടുക എന്നുള്ളതിന്റെ ഗൗരവം കൃത്യമായി ജഗദീഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അമ്മക്ക് ഇതിൽ റോളൊന്നുമില്ല, ഇത് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ടല്ലേ, അമ്മ ഇതിൽ എന്ത് ചെയ്യാനാണ്? കക്ഷി ചേരുമെന്ന് ചോദിക്കുമ്പോൾ നടപടി
പുരോഗമിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ജഗദീഷ് കൃത്യമായി പറയുന്നുണ്ട്, ഇത് താരങ്ങളെയും സിനിമ അണിയറ പ്രവർത്തകരെയും മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മറുപടി പറയേണ്ടത് അമ്മ സംഘടനയാണ് എന്ന് അവർക്ക് കൈയൊഴിയാൻ കഴിയില്ല എന്നുള്ള കൃത്യമായി ജഗദീഷ് പറയുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇതിൽ കൈയൊഴിയാൻ സാധിക്കില്ല എന്നുള്ളത് ജഗദീഷ് എടുത്തു പറയുന്നുണ്ട്. അമ്മ സംഘടനയ്ക്ക് വീഴ്ച പറ്റി, നമ്മൾ പ്രതികരിക്കാൻ വഴിയിൽ വീഴ്ച പറ്റി എന്നുകൂടെ അദ്ദേഹം ആദ്യം തന്നെ എടുത്തു പറയുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ സിദ്ദിഖിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. അതായത് എക്സ്ക്യൂസ് ആയിരുന്നു സിദ്ദിഖ് പറയുന്നുണ്ടായിരുന്നു, പുലർച്ചെ വരെ ഞങ്ങൾ പരിപാടി നടത്തുന്നു. ഇവര് പറയുന്ന എക്സ്ക്യൂസ് എന്താണ്? കാരണം ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്ന, അഥവാ ഈ ജഗദീഷും സിദ്ദീഖും ഒക്കെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നത് ഇവർ ഭാരവാഹി ആയിരുന്ന സമയത്താണ്. ഇവർ നിലവിൽ ഭാരവാഹി അല്ലെങ്കിൽ പോലും ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇവർ ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന സമയത്ത് നടന്ന ക്രൈമുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ച സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് ഒറ്റപ്പെട്ട അപൂർവ സംഭവങ്ങൾ എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സിദ്ദീഖ് വർഷങ്ങളായി ഫീൽഡിലുള്ള ആളാണ്. സിദ്ദീഖിന്റെ സഹപ്രവർത്തകരായ ആളുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞത്. ഒരു കാര്യം നിലനിൽക്കുന്നത്, ഈ സംഘടനക്കകത്ത് പരാതി പറയാൻ സംവിധാനങ്ങളില്ലാതെ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ ദുരനുഭവങ്ങൾ വിവരിക്കേണ്ടി വന്ന അവസ്ഥ തന്നെ ഈ കമ്മിറ്റിക്കാർ കുറ്റക്കാരാണ്. ഈ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ഈ വിഷയത്തെ ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് സിദ്ദീഖ് കണക്കാക്കുന്നത്. ഇത് എത്രമാത്രം ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അത് മാത്രമല്ല, ഒറ്റപ്പെട്ട സംഭവം എന്ന് എടുത്തു പറയുന്നതിന്റെ കൂടെ തന്നെ മെയിൻ സ്ട്രീം സിനിമയിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത്, ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലൊന്നും ഇതില്ല എന്ന് പറയുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഇതിന് കമ്മിറ്റിയുടെ മുൻപാകെ പോയി മൊഴി കൊടുത്തിട്ടുള്ള എല്ലാ സ്ത്രീകളെയും അവരനുഭവിച്ച പ്രശ്നങ്ങളെയും നുണക്കഥ പോലെ ആക്കി മാറ്റുകയാണ്. അതോ ലാഘവത്തോടെ കാണുന്നുള്ളത്. ഇപ്പൊ ജഗദീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അമ്മ ഷോയുടെ തിരക്കിലായിരുന്നു എന്ന കാരണം ഞങ്ങൾക്ക് പറയാൻ പറ്റൂല, അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കാൻ വൈകി എന്നതിൽ ഞങ്ങൾ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നു. കാരണം ഈ വ്യവസായം നിലനിൽക്കുന്നത് പൊതുജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയോടെയാണ്. ആൾ പറയുന്ന ഒരു കാര്യം, ഓരോ ബിസിനസ്സുകളും നിലനിൽക്കാൻ ഓരോ ആശ്രയങ്ങൾ ഉണ്ടാവും, പക്ഷേ സിനിമാ വ്യവസായം പൂർണ്ണമായി നിലനിൽക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഷോയുടെ റിഹേഴ്സലോ അതിൻ്റെ ക്യാമ്പോ അതിൻ്റെ തിരക്കോ ഒന്നും ഞങ്ങൾക്ക് കാരണമായി പറയാൻ പറ്റൂല, പൊതുസമൂഹത്തിന് മുമ്പാകെ ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിൽ ജഗദീഷ് എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത്തരം കാരണങ്ങൾ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് തന്നെ പിഴവാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പറഞ്ഞ എന്താണ്, ഞങ്ങൾ ഈ ക്യാമ്പിന്റെ തിരക്കിലായിരുന്നു, പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട റിഹേഴ്സലുകൾ, അതിന്റെ തിരക്കുകൾ, പരിശീലന തിരക്കുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞത് പഠിക്കാൻ ഇത്തിരി സാവകാശം വേണ്ടേ എന്നുള്ളത്. പഠിച്ചോ എന്നുള്ളത് ചോദ്യമാണ്. അല്ല, ഇത് വായിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ പറയാൻ കഴിയുക? അതെ, അമ്മയ്ക്ക് എതിരെ ഒരുപാട് കാര്യങ്ങൾ ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് അമ്മയ്ക്ക് വേണമെങ്കിൽ IC രൂപീകരിക്കാവുന്നതാണ്, അമ്മയ്ക്ക് ഇടപെട്ട് വാഷ്റൂം ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്നതാണ്, ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതിനുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഭയങ്കര ഒഴുക്കം മട്ടിൽ ഇതൊക്കെ ഇവിടെ ഇങ്ങനെയാണ്, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഇതിന്റെ അതോറിറ്റി ഏറ്റെടുക്കാൻ തയ്യാറേ അല്ല. പ്രൊഡ്യൂസേഴ്സിനോട് പോയി പറയാൻ പറ്റില്ല. സിദ്ദീഖ് പറയുന്നുണ്ട്, ഒരു ഇൻഡസ്ട്രിയെ ഒന്നാകെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ മാധ്യമ വിചാരണകൾ നടക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടെന്ന് പറയുന്നുണ്ട്. ജഗദീഷ് ആ വാക്യത്തിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത്, കുറ്റക്കാരല്ലെങ്കിൽ പിന്നെ എന്തിനു ഭയക്കണം? അപ്പൊ ജഗദീഷ് സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുറ്റക്കാരല്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയക്കണം എന്നുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ജഗദീഷിന്റെ സംസാരത്തിൽ വന്നത്, WCC ഞങ്ങളുടെ ഒരു പ്രതിപക്ഷം അല്ല, അവർ ഞങ്ങളുടെ സഹോദരിമാരാണ്, അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കൂടെ അഡ്രസ് ചെയ്യപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നം സംഭവിച്ചിട്ടില്ല എന്നാണ് സിദ്ദീഖ് പറയുന്നത്. സിദ്ദീഖ് മാത്രമല്ല, അന്ന് അവിടെ കൂടെ ഉണ്ടായിരുന്നത് ജോമോളാണ്. ജോമോള് പറയുന്നത് സംവിധായകരുടെയും റൈറ്റേഴ്സിന്റെയും തീരുമാനമാണ് ആര് അഭിനയിക്കണം എന്നുള്ളത്. ഞാൻ അവാർഡ് വാങ്ങിയ നടിയാണ്, ഞാനിപ്പോൾ അഭിനയിക്കുന്നില്ല, അതുപോലെയാണ് എന്നാണ്. സിദ്ദീഖ് ആണെങ്കിലും പാർവതിക്ക് എന്ന് എടുത്തു പറയുന്നുണ്ട്, ചോദ്യത്തിലുണ്ടായിരുന്നു. പക്ഷെ പാർവതിക്ക് സിനിമകൾ ഉണ്ടല്ലോ, അവർ സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് പാർവതിക്ക് എത്രത്തോളം സിനിമകൾ കുറഞ്ഞു, എത്ര അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളത്. അഞ്ജലി മേനൻ നമ്മുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെ ഔട്ട്സൈഡേഴ്സ് ആയിട്ടാണ് കാണുന്നത്, ഇൻഡസ്ട്രിയുടെ ഭാഗമായി കാണുന്നില്ല. സത്യത്തിൽ പാർവതി ആവട്ടെ, റിമ കലിംഗൽ ആവട്ടെ, അഞ്ജലി മേനൻ ആവട്ടെ, ഇവർക്കെല്ലാം അവസരങ്ങൾ ലഭിക്കുന്നത് സത്യത്തിൽ WCC ആൻഡ് അലൈസ് എന്ന് പറയാവുന്ന
തരത്തിലുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് നമുക്ക് വിസിബിൾ ആണ്. ഇപ്പൊ ഈ ജോമോളുടെ പ്രതികരണം ഇന്നലെ ഉണ്ടാക്കി വെച്ചത് ചെറിയൊരു വീഴ്ചയല്ല. കാരണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് സംഘടനയുടെ നിലപാട് വിശദീകരിക്കാൻ ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല, എനിക്കറിയില്ല, ആരോ പറഞ്ഞു കേൾക്കുന്നു, അവിടെ ഇവിടെയൊക്കെ ചില സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സ്വന്തം സഹപ്രവർത്തകർക്ക് ഉണ്ടാക്കി വെക്കുന്ന വേദന എത്ര ഗൗരവമുള്ളതായിരിക്കും എന്നത് ജോമോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു. എന്ന് മാത്രമല്ല, അതിലൊരു വീഴ്ച പറ്റിയെന്നുള്ളത് അമ്മ ഇതുവരെ തിരുത്തിയിട്ടില്ല. കാരണം ഇത്രയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ജോമോൾ അത്തരത്തിൽ പ്രസ്താവന നടത്തി എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാട്രിയാർക്കി സിസ്റ്റത്തിന്റെ ഉള്ളിൽ പെട്ടത് കൊണ്ടാണ് ജോമോൾ ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത്. തിരിച്ചറിഞ്ഞിട്ട് പോലും ഇല്ല. അതാണ് അത്. ഇപ്പൊ അവർ നടത്തുന്ന പ്രസ്താവന എത്ര ലാഘവത്തോടെ, കാരണം അവർ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്ന 500-ലേറെ അംഗങ്ങളുള്ള ഒരു സിനിമ താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അപ്പൊ ഇവർ വന്ന് പ്രതികരിക്കുന്നത് ഈ 500ഓളം അംഗങ്ങളുടെ പ്രതിനിധിയായിട്ടാണ്. ഇപ്പൊ ഒരു കാര്യം നമുക്ക് ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും നടന്മാർ പ്രതികരിച്ചോ നടിമാർ പ്രതികരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി എന്താ വെച്ചാൽ അവർ പറയുന്നത് നമ്മളുടെ സംഘടന പ്രതികരിക്കും എന്നുള്ളതാണ്. ഈ സംഘടന പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അത് പ്രതികരണമായിട്ട് കാണാൻ പോലും പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മയുടെ നിലപാടായിട്ട് സിദ്ദിഖും ജോമോളും ഒക്കെ സംസാരിച്ചത് എടുത്ത് കാണാവുന്നതാണ്. കാരണം ഭയങ്കര ഒഴുക്കം മട്ടിലാണ്, ഭയങ്കരം എന്ന് ഞാൻ ഉപയോഗിച്ചത് ഭയങ്കരം എന്ന വാക്ക് തന്നെയാണ്, ഭയങ്കര ഒഴുക്കൻ മട്ടിലാണ് അമ്മ പ്രതികരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ജഗദീഷിന്റെ നിലപാടായി തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് സംസാരിച്ചു, വൈസ് പ്രസിഡന്റ് ജഗദീഷ് സംസാരിച്ചു. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇതിലേതാണ് സംഘടനയുടെ നിലപാട് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.